Hello friends, welcome back to my channel Crazy Tech Malayalam. ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണുകളിലൊക്കെ ഒരുപാട് രീതിയിലുള്ള ഫോട്ടോകൾ ക്യാപ്ചർ ചെയ്യാറുണ്ട്. ആ ഒരു ഫോട്ടോകളൊക്കെ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു ക്ലോത്ത് എടുത്ത് ക്യാമറയുടെ ലെൻസ് തുടയ്ക്കുക. കാരണം നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഫോൺ. അപ്പോൾ ഈ ഒരു ഫോണിൽ നമ്മുടെ കൈയുടെ ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ പൊടികളും ഒക്കെ അതിനുണ്ടാവും. അപ്പം നല്ലൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു നല്ലൊരു ക്ലോത്ത് എടുത്ത് ആ ക്യാമറയുടെ ലെൻസ് ഒന്ന് തുടയ്ക്കുക. പിന്നീട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ പിക്ചർ ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ 48 മെഗാ പിക്സലിൻ്റെ ഫോണാണെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ ഓപ്ഷൻ ഓണാക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു ഫോട്ടോ എടുക്കാൻ. അതുപോലെ തന്നെ ഫോണിൻ്റെ സാച്ചുറേഷൻ, കോൺട്രാസ്റ്റ്, ഷാർപ്നെസ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഫോണിലുണ്ടാകും. അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. പിന്നീട് നിങ്ങൾ HDR മോഡ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫോട്ടോകൾ തന്നെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ HDR മോഡ് ഓൺ ചെയ്ത് തന്നെ ഫോട്ടോ എടുക്കുക പരമാവധി. നിങ്ങൾ ഏതൊരു ഒബ്ജക്റ്റാണോ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ബ്ലർ ചെയ്യുക. ആ ബ്ലർ ചെയ്യുമ്പോൾ ആ ഒരു ഫോട്ടോ കാണാൻ തന്നെ നല്ലൊരു സ്റ്റൈലായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനാണ് നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ഏത് രീതിയിൽ വെച്ചാലാണ് ലുക്ക് കിട്ടുന്നത് ആ ഒരു രീതി തന്നെ ആ ഒരു ഒബ്ജക്റ്റിനെ വെക്കാൻ ശ്രമിക്കുക. എന്നാൽ നല്ലൊരു പിക്ചർ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാലാവസ്ഥയും അനുയോജ്യമായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ രസമില്ലാത്ത ഫോട്ടോ ആയി മാറാം. അപ്പോൾ നിങ്ങൾ നല്ലൊരു കാലാവസ്ഥയുള്ള സമയത്ത് തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഫോണിലെ ബ്രൈറ്റ്നെസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒബ്ജക്റ്റും അതുപോലെ തന്നെ ആ ഒരു കാലാവസ്ഥയും ഒക്കെ നല്ലതാണെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ HDR മോഡൊക്കെ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എല്ലാ ഫോണുകളിലും ഒരുപാട് രീതിയിലുള്ള മോഡുകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നൈറ്റ് മോഡ്, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള മോഡ് ഉണ്ടാവും. ഇപ്പം മോർണിംഗ്, അങ്ങനത്തെ എല്ലാ മോഡുകളും എല്ലാ ഫോണിലും ഉണ്ടാകും. ലാൻഡ്സ്കേപ്പ്, അങ്ങനെ ഒട്ടനവധി രീതിയിലുള്ള മോഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ പരമാവധി യൂസ് ചെയ്തിട്ട് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് യൂസ് ചെയ്തിട്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങളൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ മൂലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല ടെക്നോളജി വീഡിയോ കാണുന്നവരേക്കും ബൈ.